കൊച്ചി കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം. കൊച്ചി മെട്രോ, ലുലു മാൾ, ഷിപ്പ്യാർഡ്, റിഫൈനറി, ബ്രോഡ്വേ ഇതൊക്കെയാണ് നാം കേൾക്കാറുള്ള കൊച്ചി. എന്നാൽ വർഷങ്ങളുടെ കഥകൾ പറയാനുള്ള കൊച്ചിയുടെ ഹൃദയഭൂമിയായ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഡച്ചുകാർ ഈ മണ്ണ് കീഴ്പ്പെടുത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടേക്ക് പലായനം ചെയ്ത ജൂതന്മാരുടെ ചരിത്രമാണ് ഫോർട്ട് കൊച്ചിയിലെ സിനഗോഗുകൾക്കും തെരുവുകൾക്കും പറയാനുള്ളത്. എന്നാൽ കൊച്ചിയുടെ യഥാർത്ഥ ശില്പികളും ഹീറോകളും ഇവരായിരുന്നില്ല. ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയെ പോലെ, അജ്മീറിലെ മൊയിനുദ്ദീൻ ചിശ്തിയെ പോലെ കൊച്ചിയുടെ മണ്ണിലും ആത്മീയ ലോകത്തെ രാജാക്കന്മാരെ വിരാജിച്ച ഇതിൻ്റെ ശില്പികളെ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിൽ ഇറങ്ങി നിസ്കരിക്കാനായി തൊട്ടടുത്തുള്ള കൽവത്തി പള്ളിയിലേക്ക് ഞങ്ങൾ നടന്നു. ജനങ്ങൾക്കിടയിൽ മജ്ദൂബായി ജീവിച്ച മഹാനായ സൂഫി വര്യൻ ഷെയ്ഖ് ഫരീറുദ്ദീൻ കൽവത്തി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. മുസ്ലിസ് ബിനാലയുടെ പ്രധാന വേദികളെന്നായ ആസ്പിൻവാൾ ഹൗസിന് മുന്നിലൂടെ നടന്ന് ഫോർട്ട് കൊച്ചിയിലെത്തി. തെരുവിൽ വലിയ തിരക്കില്ല. ചീനവലകളുടെ മനോഹാരിത ആസ്വദിച്ച് ചായയും കുടിച്ച് അടുത്ത ലക്ഷ്യസ്ഥാനമായ ചെമ്പിട്ട പള്ളിയിലേക്ക് നടന്നു. 7 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പള്ളിയുടെ മേൽക്കൂര ചെമ്പുകൊണ്ടാണ് പണിതീർത്തിട്ടുള്ളത്. കേരളത്തിലെ മഖ്ദൂം കുടുംബത്തിന്റെ പിതാവായ ഷെയ്ഖ് അലി ഇബ്നു അഹ്മദ് അൽ മഅബരിയാണ് ഈ സ്ഥലത്ത് ആദ്യമായി ഒരു പള്ളി നിർമ്മിച്ചത്. കേരളത്തിലെ സയ്യിദ് പരമ്പരകളിൽ പ്രമുഖരായ ബുഖാരി സാദാത്യങ്ങളുടെ ആദ്യ തലമുറ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ പള്ളിയുടെ ചുറ്റുമാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ നിന്നും AD 1521 ഇന്ത്യയിലേക്ക് വന്ന അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ മകൻ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളും അവരുടെ മകൻ സയ്യിദ് ഫഖ്റുദ്ദീൻ ബുഖാരി തങ്ങളുമാണ് കൊച്ചിയുടെ മണ്ണിൽ വിജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും വഴികൾ വെട്ടിത്തെളിച്ചത്. ആ മഹാന്മാരിലൂടെ വലിയ അനുഗ്രഹങ്ങൾ കൊച്ചി ജനതയ്ക്ക് പകർന്നു കിട്ടി. യാത്രകൾ എത്ര ചെറുതാണെങ്കിലും അവ വലിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സാധാരണ കാര്യങ്ങളെ അസാധാരണമായ രീതിയിൽ നോക്കിക്കാണുമ്പോൾ അത് മനോഹരമായി തീരുന്നു. ഒരു പിടി വലിയ പാഠങ്ങളും അനുഭവങ്ങളും ഹൃദയത്തിലേറ്റി ആ മഹാന്മാരുടെ ഓർമ്മകളയവിറക്കി രാത്രി ഏകദേശം 10 മണിയോടുകൂടി ഞങ്ങൾ ബോട്ട് ജെട്ടി ലക്ഷ്യമാക്കി തിരികെ നടന്നു.